ഹലോ, ഇന്ന് നമുക്ക് ചീരക്കറിയാണ് കേട്ടോ. ചീരക്കറി എന്ന് വെച്ചാൽ ഇത് നമ്മളെ കഞ്ഞുണിച്ചീര അങ്ങനെ എന്തോ പറയും അതിന്. അപ്പോൾ അതും ഇരുന്ത് റോസ്റ്റുമാണ് കേട്ടോ നമുക്ക് ഉച്ചക്കുന്ന്. അപ്പോൾ ആ ചീര എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ഞാനിതാ അതിതാ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓൺലൈനിലൊക്കെ നല്ല ഇതിന് വിൽക്കപ്പെടുന്നുണ്ട് ഈ ചീര. അപ്പം അതിന് വേവിക്കാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപ്പും മഞ്ഞൾപ്പൊടിയും തക്കാളിയും പച്ചമുളകും നല്ല വേവിച്ച് വെന്ത് വന്നപ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ചീരൻ്റെ ഇല ഇട്ടു. ഇതിങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ. നമ്മൾ സാധാ ചീരയൊക്കെ കറി വെക്കുന്നത് പോലെ തന്നെയാണത്. പക്ഷെ ഇങ്ങനെ ഈ ചീര ചില ആൾക്കാർ ഉപ്പേരി അങ്ങനെ തോരനൊക്കെ ആയിരിക്കും. പക്ഷെ ചീരക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നല്ല തിളച്ച് വന്ന് ചീര ഒന്ന് വെന്താൽ നമ്മൾ തേങ്ങ ഒന്നും ഇടാതെയാണ് കേട്ടോ ഞാൻ പ്ലെയിനായിട്ട് അരച്ചെടുത്തതാണ്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ആ മിക്സി ഒന്ന് അതിൽ തുള്ളി വെള്ളം ഒന്ന് ഒഴിച്ച് അതൊന്ന് കറക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലൊന്ന് മൂടി വെച്ച് നല്ലൊന്ന് തിളപ്പിച്ചാൽ ചീരക്കറി ഇവിടെ റെഡിയാവും. അപ്പോൾ ഇതൊന്ന് ചെയ്യാത്തവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇത് നമ്മൾ കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ട് ഇനി അത് താളിക്കാൻ പോവുകയാണ്. അതിലേക്ക് കടുകും പൊട്ടിക്കുകയാണ്. എന്നിട്ട് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്ത് വേറെ ഒന്നുമില്ല. വറ്റൽമുളക് ഇടണമെങ്കിൽ ഇടാം, പക്ഷെ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ താളിപ്പ് കറിയൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ചീരക്കറി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഇത് ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നും ഒരുവിധം എല്ലാവർക്കും ചീരക്കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയുണ്ടാവും. എല്ലാം അറിയാത്തവരൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതാ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വീണ്ടും. പിന്നെ നമ്മൾ എരുന്ത് തോരൻ ഉണ്ടാക്കണം. അതിലേക്കൊരു വലിയ ഉള്ളി, കുറച്ച് ഒരു 5-6 പണം വെളുത്തുള്ളി കുത്തിയതും ഒരു പച്ചമുളകും. എരിവിന് ആവശ്യത്തിന് നമുക്ക് പച്ചമുളക് കൂട്ടാട്ടോ. ഇത് വലിയ പച്ചമുളകായത് കാരണം ഞാൻ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇത് നല്ലോണം വഴറ്റുക. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല മൂടി വെച്ചൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ചെറുതാക്കി നുറുക്കിയതും കൂടി ആഡ് ചെയ്തിട്ട് അതും നല്ല വഴണ്ട് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് എരുന്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ പാടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു കേട്ടോ. ആദ്യം തന്നെ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അത് നമ്മൾ തക്കാളിയൊക്കെ നല്ല വഴണ്ട് വന്നതിന് ശേഷം അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എരുന്ത് ക്ലീൻ ചെയ്യാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. എരുന്തിൻ്റെ വേസ്റ്റ് കളയാൻ ഭയങ്കര പണിയാണല്ലോ. അപ്പോൾ അത് നമ്മൾ കട്ടിംഗ് ബോർഡുമ്മേൽ ഒന്ന് നിരത്തി വെച്ചിട്ട് പത്തിരിക്കോലുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് ജസ്റ്റ് നമ്മളൊന്ന് പരത്തി കൊടുത്താൽ അത് നല്ലോണം അതിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് വളരെ എളുപ്പമായി. ഇന്നത് വിൽക്കാൻ വന്ന ഏട്ടൻ തന്നെ കേട്ടോ അത് ഈ ട്രിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് വർക്കാണ്, എനിക്കിന്ന് വർക്കായി. അതുകൊണ്ട് തന്നെ ഇത് എഴുത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ പറ്റിയിട്ടാ. നല്ലോണം വേസ്റ്റ് പുറത്തേക്ക് പോകുന്നുണ്ട്. 2-3-4 പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തെടുത്താലേ ഇത് ക്ലീനായി കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഇതിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മിക്സ് ചെയ്തതിൽ തന്നെ വെള്ളം ഉണ്ടാവും. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഇഷ്ടംപോലെ വെള്ളം ഉള്ള സാധനമാണ്. അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നമ്മൾ മൂടി തുറന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. നല്ല ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക. അല്ലാത്തവർക്ക് ഇങ്ങനെ മീഡിയം. ഞാൻ ഒരു മീഡിയം ഡ്രൈ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഇരുന്നതൊക്കെ സെറ്റായി. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ ചോറിന് ഇന്ന് ഇതാണ് കേട്ടോ. അപ്പോൾ കറികൾ ഇതാ നമ്മളെ ചീരക്കറിയും. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.